ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴത്തോരു മുൻപേടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ ഒന്ന് ലൈക്കും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ വൈജയന്തിയും ബാലചന്ദ്രനുമായിട്ട് പിന്നെയും വഴക്കുണ്ടാവുന്നുണ്ട്. ബാലചന്ദ്രൻ അലീനയെ കൊണ്ടുവിട്ടതിന് ശേഷം 1 മാസത്തിന് ശേഷം വീണ്ടും അലീനയെ കാണാൻ വേണ്ടി കുളത്തൂപ്പുഴയിലേക്ക് പോകുന്നുണ്ട്. ആ ഒരു കാര്യം പറഞ്ഞിട്ടാണ് വീണ്ടും വൈജയന്തിയും ബാലചന്ദ്രനും തമ്മിൽ ഒരു വഴക്കുണ്ടാവുന്നത്. ആ വഴക്ക് മുറുകുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ കഴിക്കുന്നിടത്തുനിന്ന് എണീറ്റ് പോകുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതിന് ബാലചന്ദ്രനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയും ബാലചന്ദ്രൻ എന്തുകൊണ്ടാണ് അലീന പോയ സ്ഥലത്തിന്റെ അഡ്രസ്സ് ഒന്നും ഞങ്ങൾക്ക് തരാത്തത് എന്നുള്ള സംശയങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് രോഹിത് ബാലചന്ദ്രന്റെ മുറിയിലേക്ക് കയറി ചെല്ലുന്ന ഒരു എപ്പിസോഡാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അവിടെ വെച്ചാണ് ബാലചന്ദ്രൻ എല്ലാ സത്യങ്ങളും രോഹിത്തിനോട് തുറന്നു പറയുന്നത്. രോഹിത് ആ മുറിയുടെ നേർക്ക് അല്പനേരം നോക്കി നിന്നു. പിന്നെ എന്തോ തീരുമാനിച്ച മട്ടിൽ ചെന്ന് വാതിൽ തട്ടി. ബാലചന്ദ്ര മേനോൻ വന്ന് വാതിൽ തുറന്നു. രോഹിത് മുന്നിൽ നിൽക്കുന്നത് കണ്ട് അയാൾ അത്ഭുതപ്പെട്ടു. എന്തു പറ്റി, ഉറങ്ങിയില്ലേ നീ? ഉറങ്ങാൻ കിടന്നില്ല. അച്ഛൻ ബിസിയാണോ? കണക്കൊക്കെ നോക്കുവാണ്. എനിക്ക് അച്ഛനോട് ഇത്തിരി സംസാരിക്കാനുണ്ടായിരുന്നു. ബാലചന്ദ്ര മേനോൻ അപകടം മണത്തു. എന്ത് സംസാരിക്കാൻ? അച്ഛന് സമയമുണ്ടോ എന്ന് പറ. ശരി, നീ കയറി വായോ. രോഹിത് മുറിയിലേക്ക് കയറി. ബാലചന്ദ്ര മേനോൻ വാതിലടച്ചു കുറ്റിയിട്ടു. തിരികെ ചെന്ന് തന്റെ കസാരയിലിരുന്നു. രോഹിത് അച്ഛന്റെ മുന്നിൽ ചെന്ന് മേശവലിപ്പിൽ തിരിപ്പിടിച്ചുകൊണ്ട് നിന്നു. അവന്റെ മുഖത്തെ അസ്വസ്ഥതയും മുറുക്കവും കണ്ടപ്പോൾ തന്നെ ബാലചന്ദ്ര മേനോന് മനസ്സിലായി. മുൻപൊരിക്കൽ മനുഷ്യങ്കർ മുന്നറിയിപ്പ് തന്ന വിഷമസന്ധി മുന്നിലെത്തിയിരിക്കുന്നു. നിവർത്തി വെച്ചിരുന്ന കണക്ക് ബുക്കിന്റെ മീതി നിന്ന് അയാൾ കാൽക്കുലേറ്റർ എടുത്തു മാറ്റി. ബുക്കിന്റെ നടുവിലിരുന്ന പേനയുടെ ഗ്യാപ്പ് അടച്ചു മേശവലിപ്പിലിട്ടു. കണക്ക് ബുക്ക് മടക്കി മേശപ്പുറത്തെ ഫയലുകൾക്ക് മീതെ വച്ചു. എന്നിട്ട് എഴുന്നേറ്റ് കിടക്കയിൽ കട്ടിലിന്റെ ക്രോസിലേക്കോ തലയിണകൾ അടുക്കി ചാരിയിരുന്നു. എന്താ നിനക്ക് സംസാരിക്കാനുള്ളത്? അച്ഛനെ അമ്മ ചോദ്യം ചെയ്തത് ഞങ്ങളുടെ മുൻപിൽ വെച്ചായിരുന്നല്ലോ. അച്ഛനും അലീന ചേച്ചിയും എപ്പോഴും ജയിച്ചു നിൽക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷെ ഇന്ന് അമ്മയുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ അച്ഛൻ തോറ്റുപോയി. അച്ഛൻ മറുപടി പറയാതെ ഒഴിഞ്ഞു മാറി. അച്ഛൻ കേൾക്കുന്നുണ്ടോ? നീ പറഞ്ഞോളൂ. അച്ഛൻ എന്തുകൊണ്ടാണ് ഞങ്ങളെ ആരെയും അലീന ചേച്ചിയുടെ അടുത്ത് കൊണ്ടുപോകാത്തത്? എന്തുകൊണ്ടാ അലീന ചേച്ചിയുടെ അഡ്രസ്സ് ഞങ്ങൾക്ക് തരാത്തത്? അച്ഛനോട് ഞാൻ പലവട്ടം ചോദിച്ചു. അപ്പോഴൊക്കെ അച്ഛൻ എന്തൊക്കെയോ ഒഴിവ് കഴിവ് പറഞ്ഞു. അത് ഞാൻ കണക്കാക്കുന്നില്ല. പക്ഷെ അലീന ചേച്ചിയും എത്ര ചോദിച്ചിട്ടും അഡ്രസ്സ് പറയുന്നില്ല. കഴിഞ്ഞ തവണ ഞാൻ ചോദിച്ചപ്പോൾ അതിന് സമയമായിട്ടില്ല എന്ന് പറഞ്ഞൊഴിഞ്ഞു മാറി. എന്താണ് അതിന് കാരണം? എന്നോട് പറയാമല്ലോ അലീന ചേച്ചി എവിടെയുണ്ടെന്ന്. ഞാൻ ആരുടെ അടുത്തും പറയുന്നില്ല. ഇനിയും ഒളിച്ചു വെക്കുന്നത് മകനിൽ സംശയം വളർത്തുകയുള്ളൂ എന്ന് ബാലചന്ദ്ര മേനോൻ ഊഹിച്ചു. ഇവിടെ വന്നിരിക്കെ. അയാൾ കട്ടിലിലേക്ക് വിരൽ ചൂണ്ടി. രോഹിത് വന്നു കട്ടിലിരുന്നു. ശരി, നിനക്ക് എന്താ അറിയേണ്ടത്? ചോദിച്ചോ. അച്ഛനും അമ്മയും കൂടിയുള്ള ജീവിതം കൺമുന്നിൽ കാണുന്നവരല്ലേ ഞങ്ങൾ. അലീന ചേച്ചി ഇവിടെ വരുന്നതിന് മുൻപും ഇപ്പോഴും അച്ഛനും അമ്മയും കൂടി ഇണക്കത്തിലാ ജീവിച്ചു പോന്നത് എന്നാണ് എന്റെ ഒരു വിശ്വാസം. പക്ഷെ അലീന ചേച്ചി ഈ വീട്ടിൽ വന്നതിനു ശേഷം അതിൽ ചില താളപ്പിഴകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് അമ്മയുടെ തെറ്റിദ്ധാരണ കൊണ്ടായിരുന്നു. ഇപ്പോൾ അലീന ചേച്ചി പോയി. വീട് വിട്ടു പോയിരുന്ന അമ്മ തിരിച്ചു വന്നു. പക്ഷെ അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധം പഴയ നിലയിലായിട്ടില്ല. അച്ഛൻ ഈ ബെഡ്റൂമിൽ, അമ്മ താഴെ ഒരു മുറിയിൽ. അച്ഛൻ ഇങ്ങനെ വേറിട്ട് നിൽക്കുന്നതിൽ അമ്മയ്ക്ക് ഭയങ്കര അമർഷവും ദുഃഖവും ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. രോഹിത് വളരെ ശാന്തതയോടെയും ബഹുമാനത്തോടെയുമാണ് സംസാരിച്ചിരുന്നത്. വൈജയന്തിക്ക് അമർഷമുണ്ടാവാം, ബാലചന്ദ്ര മേനോൻ സമ്മതിച്ചു. എനിക്ക് 2 കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. എന്തുകൊണ്ടാണ് അച്ഛൻ താഴേക്ക് വരാത്തത്? അലീന ചേച്ചിയുടെ അഡ്രസ്സ് ആര് ചോദിച്ചാലും കൊടുക്കാത്തത് എന്താണ് കാരണം? ഞങ്ങൾ തമ്മിൽ പഴയ പോലൊരു ജീവിതം ഇനി സാധ്യമല്ലാത്തത് കൊണ്ടാണ് ഞാൻ താഴേക്ക് വരാത്തത്. ഒരിക്കലും സാധ്യമല്ലേ അച്ഛ? സാധ്യമല്ല. ചോദിക്കുന്നത് തെറ്റാണെങ്കിൽ അച്ഛൻ ക്ഷമിക്കണം. അലീന ചേച്ചിയുമായി അതിനെന്തെങ്കിലും ബന്ധമുണ്ടോ? തീർച്ചയായും ഉണ്ട്, ബാലചന്ദ്ര മേനോൻ സമ്മതിച്ചു. അതെന്താണെന്ന് എന്നോട് പറയാൻ പറ്റുമോ അച്ഛന്? പറയാം. ബാലചന്ദ്ര മേനോൻ കൈത്തലങ്ങൾ കൂട്ടിത്തിരുമ്പി. നിന്നെ വിശ്വസിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. നീയെങ്കിലും അറിഞ്ഞിരിക്കണം എന്തുകൊണ്ടാണ്. പക്ഷേ നിന്റെ മനസ്സിൽ നിന്ന് അത് പുറത്തു പോകരുത്. ആ ഉറപ്പ് നീ എനിക്ക് തരണം. അച്ഛന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കവേ രോഹിത്തിന് നേരിയ ഉൾഭയം തോന്നി. സംസാരിച്ചു തുടങ്ങിയപ്പോൾ ബാലചന്ദ്ര മേനോന് മനസ്സിലായി താൻ വിചാരിച്ചതുപോലെ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. രോഹിത്തിനോട് തുറന്നു പറയുകയും ചെയ്തു. എനിക്കിത് പറയാൻ നീ കരുതുന്നതിനേക്കാൾ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ എന്റെ മകനോടാണല്ലോ സംസാരിക്കേണ്ടത്. അതിന് ചില പരിമിതികളുമുണ്ട്. അച്ഛന് അത്ര വിഷമമാണെങ്കിൽ പറയണ്ട, രോഹിത് പറഞ്ഞു. പറയുന്നത് പോലെ തന്നെ വിഷമകരമാണ് പറയാതിരിക്കുന്നതും. ഞാനൊരു ഹാർട്ട് പേഷ്യന്റ് ആണെന്ന് നിനക്കറിയാമല്ലോ. OP ടിക്കറ്റ് എടുത്ത് ഡോക്ടറെ കാണാൻ കാത്തിരിക്കുന്ന രോഗിയെ പോലെയാണ് ഞാൻ. ഏതു നിമിഷവും വിളിക്കപ്പെട്ടേക്കാം. ഗ്യാരണ്ടി തീർന്നു. പെട്ടെന്ന് എന്റെ മരണം സംഭവിച്ചാൽ ഇക്കാര്യം ആരും അറിയാതെ പോകരുതല്ലോ. അച്ഛൻ എന്തിനാ വേണ്ടാത്ത കാര്യങ്ങൾ പറയുന്നത്? രോഹിത് അസ്വസ്ഥനായി.
നിന്നോട് എങ്ങനെ പറഞ്ഞു തുടങ്ങണമെന്ന് എനിക്കറിയില്ല. അലീനയെക്കുറിച്ചും വൈജയന്തിയെക്കുറിച്ചുമാണ് എനിക്ക് പറയാനുള്ളത്. അച്ഛൻ ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ഞാൻ അച്ഛന് തന്ന വാക്ക് പാലിക്കും. ബാലചന്ദ്ര മേനോൻ കൈപ്പടങ്ങൾ വിടർത്തി അതിലേക്ക് നോക്കിയിരുന്നു. എന്നിട്ട് മുഖമുയർത്തി രോഹിത്തിനെ നോക്കി. നിനക്കറിയാമായിരിക്കും, എന്റെ അച്ഛനും അമ്മയും ഒക്കെ ഒരിക്കൽ കൊല്ലപ്പള്ളി കൈതക്കൽ മാളിക വീട്ടിലെ ആശ്രിതരായിരുന്നു. അത് അമ്മ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ, അച്ഛനെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടി. ആ കാലത്ത് എനിക്കൊരു മോഹമുണ്ടായി, വൈജയന്തിയെ കല്യാണം കഴിക്കണമെന്ന്. നന്നേ ചെറുപ്പമാണ് ഞാൻ, പ്രീ ഡിഗ്രി കഴിഞ്ഞതേയുള്ളൂ. അക്കാലത്ത് എന്നെ പോലെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ അതിമോഹമായിരുന്നു. അഹങ്കാരമെന്നു തന്നെ പറയാം. ചെറിയ പ്രായമല്ലേ, ബുദ്ധിയും ബോധവും ഒന്നും വികസിച്ചിട്ടില്ല. എന്തായാലും ഞാൻ ആ ഇഷ്ടം പ്രകടിപ്പിക്കാൻ ശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് അച്ഛൻ അവിടുത്തെ ജോലി ഉപേക്ഷിക്കേണ്ടി വന്നത്. ഉള്ളതൊക്കെ വിറ്റുപെറുക്കി കൊല്ലപ്പള്ളിയിൽ നിന്നും കുടുംബസമേതം സ്ഥലം വിടേണ്ടി വന്നു. അത് കഴിഞ്ഞാണ് ഞാൻ ഗൾഫിൽ പോയതും പൈസ ഉണ്ടാക്കിയതുമെല്ലാം. രോഹിത മൂളി. നാട്ടിൽ തിരിച്ചു വന്നപ്പോൾ പഴയൊരു വാശി വെച്ച് ജയന്തിയെ കല്യാണം ആലോചിച്ചു. ഒരു ബ്രോക്കറും ഉണ്ടായിരുന്നു സഹായത്തിന്. ആദ്യം കുറെ എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും പിന്നീട് വൈജയന്തിയുടെ അച്ഛനും ആങ്ങളമാരും എല്ലാം സമ്മതം മൂളി. വൈജയന്തിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു എന്ന് പിൽക്കാലത്താണ് ഞാൻ അറിയുന്നത്. എന്തായാലും കൊല്ലപ്പള്ളിയിലെ ശിവേട്ടനും നീലഗിരിയിലെ ഗംഗേട്ടനും എല്ലാം കൂടി ഞങ്ങളുടെ കല്യാണം നടത്തി. രോഹിത് തലയാട്ടി. നീ വിചാരിക്കുന്നുണ്ടാവും അച്ഛനീ പറഞ്ഞതും അലീനയും തമ്മിൽ എന്താണ് ബന്ധമെന്ന്. അതിലേക്കാണ് ഞാൻ വരുന്നത്. അതിനു മുൻപ് ഞാനും നിന്റെ അമ്മയും തമ്മിലുള്ള വിവാഹം നടക്കാനുണ്ടായ സാഹചര്യം പറഞ്ഞു എന്ന് മാത്രം. എനിക്ക് മനസ്സിലായി, രോഹിത് സമ്മതിച്ചു. അലീന ഇവിടെ ജോലിക്ക് വന്ന ശേഷം ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായി. വൈജയന്തിയും ബബിതയും നീയുമെല്ലാം അവളോട് ശത്രുത പ്രഖ്യാപിച്ച് അവൾക്കെതിരെ ഓരോരോ ദ്രോഹപ്രവൃത്തികൾ തുടങ്ങി. കൊല്ലപ്പള്ളിയിലെ ശിവേട്ടന്റെ മകൻ ഹരിയും അതിൽ പങ്കുചേർന്നു. അവൻ അലീനയ്ക്കെതിരെ ചില നുണകളും പറഞ്ഞു പരത്തി. അവളോട് എങ്ങനെയെങ്കിലും പ്രതികാരം ചെയ്യണമെന്ന് വിചാരിച്ച് നീയും ഹരിയും കൂടി ഒരു കെണിയൊരുക്കി. രാവിലെ കോളേജിൽ പോയ നീ ക്ലാസ് കട്ട് ചെയ്ത് വീട്ടിലെത്തി. മുൻകൂട്ടി തീരുമാനിച്ചതനുസരിച്ച് ഹരിയും വന്നു. അങ്ങനെ നടന്ന സംഭവങ്ങൾ ബാലചന്ദ്രൻ മേനോൻ ഓരോന്നോരോന്നായി എടുത്തു പറയാൻ തുടങ്ങി. രോഹിത്തിന്റെ മുഖം വിളറി, ശിരസ് താണു. കഴിഞ്ഞ കാര്യങ്ങളാണ്, നീ അതൊന്നും ഓർക്കാൻ പോലും ഇഷ്ടപ്പെടുന്നില്ലെന്ന് എനിക്കറിയാം. നിന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല പറഞ്ഞത് മോനെ. അന്ന് അലീന കത്രികയെടുത്ത് തന്നെത്താൻ വയറ്റിൽ കുത്തിക്കയറ്റി ആത്മഹത്യാശ്രമം നടത്തിയതുകൊണ്ട് നിങ്ങളുടെ പ്ലാൻ അമ്പേ പാളിപ്പോയി. അലീന ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്തു. അച്ഛ, അന്നത്തെ അറിവില്ലായ്മ കൊണ്ടും അഹങ്കാരം കൊണ്ടും അങ്ങനെയെല്ലാം സംഭവിച്ചു പോയതാണ്. ഇനി ഇതൊക്കെ എന്തിനാ പിന്നെ? രോഹിത് വിഷമത്തോടെ പറഞ്ഞു. പഴയ കാര്യം പറഞ്ഞ് നിന്നെ കുത്തി നോവിക്കാൻ വേണ്ടിയല്ല. ഞാൻ ഇനിയും പറയാൻ പോകുന്ന സംഗതിക്ക് ഈ ഓർമ്മപ്പെടുത്തൽ അത്യാവശ്യമായതുകൊണ്ടാണ്. ബാലചന്ദ്ര മേനോൻ അവനെ സ്വാന്തനിപ്പിക്കുകയും വിധം ശാന്തസ്വരത്തിൽ പറഞ്ഞു. അന്ന് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷവും നീയും വൈജയന്തിയും എല്ലാം ഒരുതരം പ്രതികാര മനോഭാവത്തോടെയാണ് അലീനയോട് പെരുമാറിയത്. അതിൽ മനം നൊന്ത് അലീന ഈ വീട്ടിൽ നിന്ന് പിരിഞ്ഞു പോകാൻ ആഗ്രഹിച്ചു. ആ സങ്കടങ്ങളെല്ലാം അവൾ അവളുടെ സഹോദരിയായ രേവതിക്കുട്ടിയെ അറിയിച്ചു. അലീനയുടെ പല സമയത്തുള്ള സ്വഭാവങ്ങളിലും നിങ്ങളോടുള്ള സ്നേഹപ്രകടനങ്ങളിലുമെല്ലാം സംശയം തോന്നിയിട്ടാണ് അവളുടെ ഫോണിൽ ഞാൻ കോൾ റെക്കോർഡിങ്സ് ഓൺ ആക്കി വെച്ചിരുന്നത്. അന്ന് അലീനയ്ക്ക് അതിനെക്കുറിച്ചൊന്നും വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. പിന്നീട് അവളുടെ ഫോണിലേക്ക് വരുന്ന ഓരോ കോളും ഞാൻ പരിശോധിച്ചു. അങ്ങനെയാണ് ആ ഞെട്ടിക്കുന്ന സത്യം എനിക്ക് മനസ്സിലായത്. ബാലചന്ദ്ര മേനോൻ എന്ന മനുഷ്യൻ, അയാളുടെ അന്നേ വരെയുള്ള ജീവിതം, അയാൾ വെട്ടിപ്പിടിച്ചതും സ്വന്തമാക്കിയതുമായ സകല നേട്ടങ്ങളും എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് തകർന്നു തരിപ്പണമായി. രോഹിത് ആശ്ചര്യത്തോടെ അച്ഛന്റെ മുഖത്തേക്ക് തന്നെ ഇമയനക്കാതെ നോക്കി. എന്തായിരുന്നു അച്ഛ അത്? പറയാം. ഞാൻ അറിഞ്ഞത് എന്താണോ അതിനൊരു സ്ഥിരീകരണം എനിക്ക് വേണമായിരുന്നു. ആരോടും ഒന്നും പറയാതെ ഞാൻ അന്നു തന്നെ നീലഗിരിക്ക് പോയി. ഗംഗേട്ടനെ കണ്ടു. അദ്ദേഹമാണ് ഞാനും വൈജയന്തിയും തമ്മിലുള്ള വിവാഹം നടത്താൻ കൂടുതൽ താല്പര്യം കാണിച്ചത്. ഗംഗേട്ടനോട് എനിക്ക് ഒരേ ഒരു ചോദ്യമേ ചോദിക്കാനുണ്ടായിരുന്നുള്ളൂ. നിന്റെ അമ്മ വൈജയന്തി എന്നെ വിവാഹം കഴിക്കുന്നതിന് മുൻപ് ഒരു കുഞ്ഞിനെ പ്രസവിച്ചിരുന്നു, ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചിരുന്നു. രോഹിത് ഞെട്ടിപ്പോയി. അച്ഛൻ എന്ത് അസംബന്ധമാണ് ഈ പറയുന്നത്? സമചിത്തതയോടെയാണോ അച്ഛൻ സംസാരിക്കുന്നത്? ഗംഗേട്ടന് ഒഴിഞ്ഞു മാറാൻ പഴുതൊന്നും ഉണ്ടായിരുന്നില്ല. ഗംഗേട്ടൻ ആഗ്ര കന്റോൺമെന്റിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് വൈജയന്തി കുറച്ചു കാലം ഗംഗേട്ടനോടൊപ്പം താമസിച്ച് പഠിക്കുകയും അവിടെ ഒരു സ്കൂളിൽ ടീച്ചറായി ജോലി നോക്കുകയും ചെയ്തിരുന്നു. അക്കാലത്ത് തന്റെ കീഴിൽ ജോലി ചെയ്തിരുന്ന ഒരു സൈനിക ഓഫീസറുമായി വൈജയന്തി അടുപ്പത്തിലായി എന്നും ഡൽഹിയിലെ മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ഗംഗേട്ടൻ ട്രാൻസ്ഫർ ആയി പോയപ്പോൾ വൈജയന്തി അയാളോടൊപ്പം കുറെ കാലം ഒന്നിച്ചു താമസിക്കാനിടയായി എന്നും ഗംഗേട്ടൻ എന്നോട് സമ്മതിച്ചു. ഗംഗേട്ടനും കൊല്ലപ്പള്ളിക്കാരും കൂടി വിവരമറിഞ്ഞ് വൈജയന്തിയെ കയ്യോടെ പിടികൂടി തിരുവനന്തപുരത്തെ ഒരു ബന്ധുവിന്റെ വീട്ടിലെത്തിച്ചു.
വൈജയന്തി അന്ന് പൂർണ്ണ ഗർഭിണിയായിരുന്നു. നാട്ടുകാരുടെ അപവാദം ഭയന്ന് കൊല്ലപ്പള്ളിക്ക് കൊണ്ടുവന്നില്ല. പകരം നെയ്യാറ്റിൻകരയിലെ ഒരു ഹോസ്പിറ്റലിൽ വെച്ച് വൈജയന്തിയുടെ പ്രസവം അതീവ രഹസ്യമായി നടത്തി. കുട്ടി മരിച്ചുപോയെന്നും വൈജയന്തി സ്നേഹിച്ചിരുന്ന അവളെ ഉപേക്ഷിച്ച് വേറൊരു സ്ത്രീ വിവാഹം കഴിച്ചുവെന്നും എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് വൈജയന്തിയെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. ഇത്രയും കാര്യങ്ങൾ ഗംഗേട്ടൻ എന്റെ അടുത്ത് സമ്മതിച്ചു. രോഹിത് സ്തംഭിച്ചിരിക്കുകയാണ്. വാക്കുകൾ പൊട്ടിത്തെറിച്ച് ചീളുകളായി അവന്റെ തലച്ചോറിലൂടെ ചീറിപ്പായുന്നുണ്ട്. അവന്റെ മനസ്സിലെ വിഗ്രഹങ്ങൾ ശിരസും കൈകാലുകളും അറ്റ് തകർന്നു നിലംപതിക്കുന്നു. നിനക്ക് വിശ്വസിക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. വിശ്വസനീയമായ കള്ളങ്ങൾ ഉള്ളതുപോലെ തന്നെ അവിശ്വസനീയമായ സത്യങ്ങളുമുണ്ട് മകനെ. ആത്മഹത്യ ചെയ്യണോ കൊലപാതകം നടത്തണോ എന്നറിയാതെ ഭ്രാന്തമായൊരു അവസ്ഥയിലാണ് ആ ദിവസങ്ങളിൽ നിന്റെ അച്ഛൻ സഞ്ചരിച്ചത്. നിനക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒരു സത്യം കൂടി ഞാൻ പറയാൻ പോവുകയാണ്. ബാലചന്ദ്ര മേനോൻ ഒരു മാത്ര നിർത്തിയിട്ട് രോഹിത്തിന്റെ മുഖത്തേക്ക് നോക്കി. അന്ന് നെയ്യാറ്റിൻകരയിലെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വെച്ച് നിന്റെ അമ്മ പ്രസവിച്ച കുഞ്ഞ് യഥാർത്ഥത്തിൽ മരിച്ചു പോയിട്ടുണ്ടായിരുന്നില്ല. അതിന് നിന്റെ അമ്മ വീട്ടുകാർ ഒരു അനാഥാലയത്തിൽ ഉപേക്ഷിച്ചു കളഞ്ഞു. അച്ഛൻ ആരെന്നറിയാതെ, അമ്മയാരെന്നറിയാതെ, കൂടപ്പിറപ്പുകൾ ആരെന്നറിയാതെ ആ പെൺകുഞ്ഞ് അവിടെ വളർന്നു. 23 വർഷക്കാലം. അവളുടെ പേരാണ് അലീന, നിന്റെ അമ്മ പ്രസവിച്ച മകൾ. രോഹിത്തിന്റെ ശരീരത്തിലൂടെ അടിമുടി ഒരു വിറയൽ കടന്നുപോയി. അവന്റെ ഹൃദയത്തിലേക്ക് ശോഭിച്ചൊരു കടൽ മുഴുവൻ അടിച്ചു കയറി. അവന്റെ ഹൃദയഭിത്തികളിലും ധമനികളിലും അലമാലകൾ ആഞ്ഞടിച്ചു ചിതറി. വൈജയന്തി സ്വന്തം അമ്മയാണെന്ന് അറിഞ്ഞതിനു ശേഷമാണ് അലീന ഒരു വയലക്കാരിയായി ഈ വീട്ടിൽ വന്നത്. നീ അവളുടെ അനുജനാണെന്നും ബബിതയും കൃഷ്ണമോളും അനുജത്തിമാരാണെന്നും അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ അവൾ ഇത്രയധികം സ്നേഹിച്ചത്. നിങ്ങൾക്ക് വേണ്ടി പ്രാണൻ കളയാൻ പോലും സന്നദ്ധയായത്. രോഹിത് ശ്വാസം നിലച്ച പോലെ ഇരിക്കുകയാണ്. ഒന്ന് തൊട്ടാൽ പൂഴിമണ്ണ് പോലെ അവൻ പൊടിഞ്ഞു വീഴുമെന്നും ഒന്ന് ഊതിയാൽ അവൻ പഞ്ഞിത്തുണ്ട് പോലെ പറന്നു പോകുമെന്നും ബാലചന്ദ്രൻ തോന്നി. പക്ഷെ വൈജയന്തിക്ക് അറിയില്ല അലീന അവളുടെ മകളാണെന്ന്. അവൾ പ്രസവിച്ച കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെന്നും ഒരു ഓർഫനേജിൽ അത് വളർന്നു വലുതായി എന്നും അവൾക്കറിയില്ല. രോഹിത്തിന്റെ കാതിനുള്ളിൽ ഒരു കൊടും ചുഴലിയുടെ ആരവം മാത്രം. അവന്റെ സ്മൃതി മണ്ഡലത്തിൽ കഴിഞ്ഞുപോയ ഓരോരോ രംഗങ്ങൾ ഇരമ്പി ആർത്തു വന്ന് കടപുഴകി വീണു. അലീന ആദ്യമായി വീട്ടിലെത്തിയത് അവൻ അവളോട് അടുക്കൽ പ്രകടിപ്പിച്ചിട്ടുള്ള ദേഷ്യവും വിരോധവും വെറുപ്പും, അവൾക്കെതിരെ നടത്തിയ ഗൂഢാലോചനകൾ, അവളെ തേജോവധം ചെയ്യാൻ വേണ്ടി കെട്ടിച്ചമച്ച അപവാദങ്ങൾ, ആരോപണങ്ങൾ, ഒടുക്കം പ്രതികാര വ്യഗ്രതയോടെ നടത്തിയ ബലാത്കാര ശ്രമം. അപ്പോഴെല്ലാം അലീന ചേച്ചിക്ക് അറിയാമായിരുന്നു താൻ ചേച്ചിയുടെ സ്വന്തം സഹോദരനാണെന്ന്. കിഴക്കവിരിയിലെ മഷിത്തുള്ളികളുടെ എണ്ണം കൂടി വരുന്നു. ബാലചന്ദ്രമേനോൻ മുന്നോട്ടാഞ്ഞിരുന്ന വല്ലായ്മയോടെ അവന്റെ തോളത്ത് കൈവച്ചു. രോഹിത്തെ. അവന്റെ മുഖം തെല്ലുയർത്തി. ഇരു കണ്ണിൽ നിന്നും ധാരധാരയായി കണ്ണുനീർ ഒഴുകുന്നു. അച്ഛൻ ഇതുവരെ എന്നോട് പറഞ്ഞില്ലല്ലോ. ഉടനെ അവൻ വിങ്ങിപ്പൊട്ടി. പറയാനുള്ള സമയമായിട്ടില്ലായിരുന്നു. ഇപ്പോഴും നിന്നോട് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അച്ഛൻ അലീനയ്ക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. ആ വാക്കു തെറ്റിച്ചുകൊണ്ടാണ് നിന്നോടിപ്പോ ഞാനിത് പറയുന്നത്. എനിക്ക് വല്ലതും സംഭവിച്ചു പോയാൽ അതിന് മുൻപ് നീയെങ്കിലും സത്യം അറിഞ്ഞിരിക്കണം എന്നെനിക്ക് തോന്നി. താങ്ങാൻ വയ്യാത്തിടത്തോളം തെറ്റിദ്ധാരണകൾ അച്ഛൻ ഏറ്റുവാങ്ങിക്കഴിഞ്ഞു. ഞാൻ മാത്രമല്ല, അലീനയും. അച്ഛൻ പറയണമായിരുന്നു അലീന ചേച്ചിയോട്, ഞങ്ങൾ എല്ലാവരും എന്തെല്ലാം ദ്രോഹം കാണിച്ചു വെച്ച അതൊക്കെ ഒഴിവാക്കാമായിരുന്നില്ലേ? അമ്മ ഇതറിയുമ്പോൾ എങ്ങനെ സഹിക്കും? രോഹിത് ഏങ്ങലടിച്ചു. ബാലചന്ദ്രമേനോൻ ഒന്നും മിണ്ടാതെ അവന്റെ തോളത്ത് മെല്ലെ തട്ടിക്കൊണ്ടിരുന്നു. രോഹിത് പെട്ടെന്ന് എഴുന്നേറ്റ് ഷർട്ടിന്റെ തുമ്പിയുയർത്തി കണ്ണു തുടച്ചുകൊണ്ട് മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. ബാലചന്ദ്രമേനോൻ ആശയക്കുഴപ്പത്തിൽപ്പെട്ടതുപോലെ അല്പനേരം കൂടി അവിടെ തന്നെ ഇരുന്നു. താൻ രോഹിത്തിനോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് വിഡ്ഢിത്തമായി പോയോ എന്നൊരു ശങ്കയോടെ അയാൾ എഴുന്നേറ്റു. പാസേജിലേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ രോഹിത്തിന്റെ വാതിൽ ചാരിയിട്ടിരിക്കുന്നത് കണ്ടു. വാതിൽ മെല്ലെ തുറന്നു നോക്കി. മുറിക്കുള്ളിൽ ആരുമില്ല. അപ്പോഴാണ് കോണിപ്പടിയിൽ നിന്നും തേങ്ങൽ കേട്ടത്. ബാലചന്ദ്രമേനോൻ ചെന്ന് നോക്കുമ്പോൾ രോഹിത്തിൽ പടിയിലിരുന്ന് പൊട്ടിക്കരയുന്നത് കണ്ടു. ബാലചന്ദ്രമേനോൻ അരികെ ചെന്ന് അവനെ തൊട്ട് വിളിച്ചു. രോഹിത്, എഴുന്നേറ്റ് വാ. അവൻ അങ്ങനെ തന്നെ ഇരുന്നു. ഇവിടെ ഇരുന്ന് കരയരുത്. ഉറങ്ങിക്കിടക്കുന്നവരും കൂടി എഴുന്നേറ്റ് വരും. വാ, അയാൾ അടക്കിയ സ്വരത്തിൽ പറഞ്ഞു. കണ്ണും കവിളും തുടച്ചുകൊണ്ട് രോഹിത് എഴുന്നേറ്റു. ബാലചന്ദ്രമേനോൻ അവന്റെ തോളത്ത് കൈവച്ച് ചേർത്ത് പിടിച്ചു നടത്തി. രോഹിത്തിനെ അവന്റെ മുറിയിലെത്തിച്ചു. കട്ടിലിൽ ഇരുത്തിയിട്ട് അവന്റെ മുൻപിലേക്ക് കസേര വലിച്ചിട്ടിരുന്നു. നീ ഇങ്ങനെ സില്ലി ആയാലോ? നാളെ ഒരിക്കൽ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കണ്ടെത്തേണ്ടവനാണ് നീ, ബാലചന്ദ്രമേനോൻ അവനെ ഓർമ്മിപ്പിച്ചു. അച്ഛൻ എന്തുകൊണ്ടാ ഇത് മറച്ചു വെച്ചത്? അവന്റെ തൊണ്ട അടഞ്ഞു. ഞാൻ എന്താ ചെയ്യണമായിരുന്നു? അച്ഛനിത് മുൻപേ തന്നെ തുറന്നു പറയാമായിരുന്നില്ലേ? പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളുടെ പ്രശ്നം തീരുമായിരുന്നു അല്ലേ? അമ്മ മോളെ തിരിച്ചറിയുന്നു, സഹോദരങ്ങൾ ചേച്ചിയെ തിരിച്ചറിയുന്നു. നാടകം ശുഭം. അച്ഛനെ പറ്റി മാത്രം എന്റെ മുൻ ചിന്തിച്ചിട്ടില്ല. അച്ഛനും അലീന ചേച്ചി ഇഷ്ടമല്ലേ? ഞങ്ങളെക്കാളൊക്കെ
അത് അവൾ വൈജയന്തിയുടെ മകളായതുകൊണ്ടല്ല, എന്റെ മക്കളുടെ ചേച്ചി ആയതുകൊണ്ടുമല്ല. അവളുടെ സ്നേഹവും നന്മയും സ്വഭാവ നൈർമല്യവും കണ്ടിട്ടുണ്ടായ ഇഷ്ടമാണ്. 22 വർഷക്കാലം സത്യം മറച്ചുവെച്ച് അച്ഛന്റെ മുൻപിൽ അഭിനയിച്ച അമ്മയെ അതേപടി അംഗീകരിക്കാനും സ്വീകരിക്കാനും അച്ഛന് ബുദ്ധിമുട്ടുണ്ട്. അലീന വൈജയന്തിയുടെ മകളാണെന്ന സത്യം എല്ലാവരും അറിഞ്ഞ ശേഷം അച്ഛൻ നിങ്ങളോടൊപ്പം ഈ വീട്ടിലുണ്ടാവില്ല. പിന്നെ എനിക്ക് നിന്റെ അമ്മയുടെ ഭർത്താവായി തുടരാൻ സാധ്യമല്ല. നിന്റെ അമ്മയും ഒരുപക്ഷെ എന്റെ ഭാര്യാസ്ഥാനത്തു നിന്ന് സ്വയം പിരിഞ്ഞു പോയെന്നിരിക്കും. നിങ്ങളുടെ വളർച്ചയുടെ ഘട്ടത്തിൽ ഇങ്ങനൊരു ഗുരുതരമായ പ്രതിസന്ധി നിങ്ങളുടെ മുൻപിലേക്ക് തന്നിട്ട് പരസ്പരം പിരിഞ്ഞു പോകാൻ അച്ഛൻ ആഗ്രഹിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഒന്നും തുറന്നു പറയാതിരുന്നത്. ഞങ്ങൾ തമ്മിൽ ഇതറിഞ്ഞു കഴിഞ്ഞതിനു ശേഷം ഒന്നിച്ചൊരു ജീവിതമില്ല മകൾ. ചേച്ചി ഇപ്പോൾ എവിടെയാണെന്ന് അച്ഛൻ പറഞ്ഞില്ല. വൈജയന്തിയുമായ ആഗ്രയിൽ വെച്ച് അടുപ്പമുണ്ടായിരുന്ന ഒരു മിലിറ്ററി ഓഫീസറുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ. കിട്ടിയ വിവരങ്ങൾ വെച്ച് ഞാൻ അയാളെ പറ്റി അന്വേഷിച്ചു. ആർമിയിൽ നിന്നും പിരിഞ്ഞ് അയാൾ ഇപ്പോൾ കുളത്തൂപ്പുഴയിലാണ് താമസം. റിട്ടയർഡ് കേണൽ സ്റ്റാൻലി ജോസഫ്. അയാളാണ് അലീനയുടെ അച്ഛൻ. ഞാൻ അവളെ സ്വന്തം അച്ഛന്റെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. അവിടെ താമസിച്ചുകൊണ്ടാണ് അവൾ നിങ്ങളോട് ഫോണിൽ സംസാരിക്കുന്നത്. രോഹിത് ആശ്ചര്യത്തോടെ അച്ഛനെ നോക്കിയിരുന്നു. അമ്മ എന്തെങ്കിലും ഇത് അറിയണ്ടേ അച്ഛ? അമ്മ ഇത് അറിയുന്നതാണ് നിനക്ക് പ്രധാനമെങ്കിൽ ഇക്കാര്യം എല്ലാവരോടും പറയാം. ബബിതയെയും കൃഷ്ണമോളെയും കൊല്ലപ്പള്ളിക്കാരെയും അറിയിക്കാം. പക്ഷെ അച്ഛൻ നിങ്ങളോടൊപ്പം തുടരണമെന്നുണ്ടെങ്കിൽ അത് പാടില്ല. നിനക്കിഷ്ടമുള്ള തീരുമാനമെടുക്കാം. ആരോടും പറയില്ലെന്ന് നീ എനിക്ക് തന്ന വാക്കും നിനക്ക് ലംഘിക്കാം. അച്ഛ, രോഹിത്തിന്റെ കണ്ടമിടറി. അലീന ചേച്ചി ഈ വീട്ടിലല്ലേ താമസിക്കേണ്ടത്, നമ്മുടെ കൂടെ. എന്നിട്ട് വേറെ എവിടെയോ പോയി. എനിക്കിനി നിന്നോട് ഒന്നും സംസാരിക്കാനില്ല. കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രായവും പക്വതയും നിനക്കുണ്ട്. ഇന്നു രാത്രി നീ ശാന്തമായി ഉറങ്ങ്. നേരം വെളുക്കുമ്പോൾ നിനക്കൊരു ഉത്തരം കിട്ടിയിരിക്കും. ബാലചന്ദ്ര മേനോൻ അവന്റെ തോളത്ത് തട്ടിയിട്ട് മുറിവിട്ടിറങ്ങി. വാതിൽ ചാരി കിടക്കയിലേക്ക് കയറുമ്പോൾ ഹൃദയഭാരം പാതി കുറഞ്ഞതുപോലെ അയാൾക്ക് തോന്നി. തന്റെ മകനിലേക്ക് അത് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. ഇനി അവനാണ് ഈ ഭാരം ചുമക്കേണ്ടവൻ. രോഹിത്തിന് ഉറങ്ങാൻ കഴിയുന്ന രാത്രിയായിരുന്നില്ല അത്. അവൻ ചിലപ്പോൾ അസ്വസ്ഥനായി മുറിയിലൂടെ നടന്നു. മറ്റു ചിലപ്പോൾ നഖം കടിച്ചുകൊണ്ട് കിടക്കയിലിരുന്നു. ഒരു വേള അവൻ എഴുന്നേറ്റ് പോയി കമ്പ്യൂട്ടർ ഓൺ ചെയ്തു. അതിനുള്ളിലെ ഫോട്ടോകൾ ഫോൾഡർ എടുത്തു. അലീനയുമായി അവൻ രേവതിക്കുട്ടിയുടെ വീട്ടിൽ പോയപ്പോൾ എടുത്ത ചിത്രങ്ങളുടെ ഫയൽ തുറന്നു. അലീന ചേച്ചിയുടെ ഒരു ക്ലോസപ്പ് ചിത്രം സ്ക്രീനിൽ നിറഞ്ഞു. താൻ ക്ലിക്ക് ചെയ്തതാണ്. ചുണ്ടുകളിൽ സ്നേഹലോലമായ പുഞ്ചിരിയും കണ്ണുകളിൽ വഴിഞ്ഞൊഴുകുന്ന സ്നേഹവാത്സല്യങ്ങളുമായി തന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ്. അതിലേക്ക് നോക്കിയിരിക്കെ രോഹിത്തിന് വീണ്ടും കരച്ചിൽ വന്നു. താൻ എന്തുമാത്രം വേദനിപ്പിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം അലീന ചേച്ചിക്ക് അറിയാമായിരുന്നല്ലോ സ്വന്തം മനുഷ്യനാണ് ഈ ക്രൂരതയെല്ലാം കാണിക്കുന്നതെന്ന്. ആരോടും പരാതി പറയാതെ എല്ലാം നിശബ്ദമായി സഹിച്ചു. തെറ്റുകളിലേക്ക് താൻ കാലിടറി വീഴാതിരിക്കാൻ അലീന ചേച്ചിയുടെ പ്രത്യേകമായ ഒരു ശ്രദ്ധ തന്റെ മേലുണ്ടായിരുന്നു. ഇപ്പോൾ തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. ഒരിക്കലും ഹരിശങ്കറിന്റെ പ്രലോഭനത്തിൽപ്പെട്ട് അന്തിനാട്ടെ റബ്ബർ തോട്ടത്തിലുള്ള ആൾവാസമില്ലാത്ത വീട്ടിലേക്ക് യാത്ര പുറപ്പെടുമ്പോഴും അലീന ചേച്ചി വിലക്കിയിരുന്നു. ഇതേ മുറിയിൽ താനെ വയറ്റിൽ കത്രിക കൊത്തിക്കയറ്റി കുതിച്ചൊഴുകുന്ന ചോര ഇരു കൈപ്പത്തി കൊണ്ടും പൊത്തിപ്പിടിച്ചു നിൽക്കുന്ന തന്നോട് പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ അവൻ ഓർത്തു. രക്ഷപ്പെട്ടു പോയിക്കോ. ഇവിടെ എന്താ നടക്കുന്നതെന്ന് ഞാൻ ആരോടും പറയില്ല. തനിക്ക് വേണ്ടിയാണ് അലീന ചേച്ചി ഏറെ കഷ്ടപ്പെട്ടതും ഏറ്റവും അധികം സങ്കടം അനുഭവിച്ചതും. തന്നെ കേസിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി സ്വജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ട് അലീന ചേച്ചി ശരണ്യയുടെ വീട്ടിൽ പോയ സംഭവം ഇന്നും ഒരുൾക്കിടലത്തോടെ മാത്രമേ ഓർക്കാൻ കഴിയുന്നുള്ളൂ. തനിക്ക് സുഖമില്ലാതിരുന്നപ്പോൾ ഒരമ്മയുടെ വാത്സല്യത്തോടെ തന്നെ പരിചരിച്ചു. തന്റെ മനസ്സിലഞ്ഞു താണിരുന്നപ്പോൾ കൂടെ കൊണ്ടു നടന്ന ആത്മവിശ്വാസം നൽകി. അലീന ചേച്ചിയുടെ ത്യാഗസന്നദ്ധതയും സ്നേഹപൂർണമായ ശിക്ഷണവും ഇല്ലായിരുന്നെങ്കിൽ തന്റെ ജീവിതം നാശനരകത്തിൽ ചെന്നടിഞ്ഞേനെ. കണ്ടിട്ടും മതി വരാതെ അവൻ വീണ്ടും ആവർത്തിച്ച് അലീന ചേച്ചിയും അവനുമൊത്തുള്ള ചിത്രങ്ങൾ കണ്ടുകൊണ്ടിരുന്നു. പിന്നെ എപ്പോഴോ കമ്പ്യൂട്ടർ ഓഫ് ചെയ്തു പോയി കിടന്നു. ആദ്യം മുതൽ എല്ലാം അവൻ മനസ്സിലിട്ട് പദം വരുത്തി ആലോചിച്ചു നോക്കി. അച്ഛനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ അവന് ദുഃഖവും അനുകമ്പയും തോന്നി. അത് വേറിട്ടു കാണേണ്ട ഒരു പ്രശ്നമാണെന്ന് അവന് മനസ്സിലായി. വെളുപ്പാൻ കാലത്ത് രോഹിത് ഒന്നും മയങ്ങിയത്. ഉണർന്നപ്പോഴേക്കും വൈകി. അവൻ സിറ്റൗട്ടിലെത്തിയപ്പോൾ അച്ഛൻ പത്രവായന കഴിഞ്ഞിരിക്കുന്നു. ബാലചന്ദ്ര മേനോൻ ഒന്നും സംഭവിക്കാത്തതുപോലെ അവനോട് ഗുഡ് മോർണിംഗ് പറഞ്ഞു. അവൻ തിരിച്ചു. നിന്റെ കണ്ണുകൾ ചുവന്നിരിക്കുന്നു. ഒട്ടും ഉറങ്ങിയില്ലേ നീ? ഉറങ്ങി. നീ വിഷമിക്കരുത്. അതിനു വേണ്ടിയാണ് ഞാൻ നിന്നോട് എല്ലാം തുറന്നു പറഞ്ഞത്. അച്ഛന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവന്റെ കണ്ണു നിറഞ്ഞു. അച്ഛൻ എന്റെ അലീന ചേച്ചിയുടെ അടുത്ത് കൊണ്ടുപോകുമോ? ബാലചന്ദ്ര മേനോൻ വിസ്മയത്തോടെ അവനെ നോക്കി. ഇന്നോ? എനിക്കൊന്ന് കാണണം അച്ഛ. ഇല്ലെങ്കിൽ എന്റെ ചങ്ക് പൊട്ടിപ്പോകും. അവന്റെ കണ്ണിൽ നിന്ന് നീർത്തുള്ളികൾ തുളുമ്പി. കൊണ്ടുപോകാം, അയാൾ അലിവോടെ പറഞ്ഞു. പക്ഷെ ഇന്നല്ല, നാളെ. രോഹിത് പെട്ടെന്ന് തന്റെ കൈപ്പത്തി കൊണ്ട് മുഖം മറച്ചു വിതുമ്പി. വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്